എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ED ഒരു തവണ ചോദ്യം ചെയ്തു. അപ്പോൾ ഏകദേശം 3 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ED വീണയെ ചോദ്യം ചെയ്തത്? അതായത് വീണയുടെ ഉടമസ്ഥതയിലുള്ള ഹെക്സാലോജിക്കും പിന്നെ CMR കരിമണൽ കടത്തയുടെ ഉടമസ്ഥയിലുള്ള CMR തമ്മിൽ നടന്ന ഒരു ഡീലിംഗ് ഏകദേശം 1.57 കോടി രൂപയുടെ ഒരു അനധികൃത ട്രാൻസാക്ഷൻ നടന്നു. അപ്പോൾ അവർ പറഞ്ഞു, വീണയുടെ കമ്പനി പറയുന്നത് നമ്മൾ CMRന് സർവീസ് കൊടുത്തു, അതിൻ്റെ ബേസിലാണ് നമുക്ക് പൈസ തരുന്നത്. പക്ഷേ അത്തരത്തിലൊരു സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഈ ED അന്വേഷണം, ED ചോദ്യം ചെയ്തൽ ഇപ്പോൾ നടന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്ത എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ED വീണയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ EDക്ക് പല കാര്യങ്ങളും പല രഹസ്യങ്ങളും പുറത്തു വന്നു. അപ്പോൾ ഓൾറെഡി തന്നെ EDയുടെ പക്കൽ ഈ വീണയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഡാറ്റ വെച്ചിട്ടാണ് ED ചോദ്യം ചെയ്തത്. അപ്പോൾ ED ഇങ്ങനെയാണ് ചോദ്യം ചെയ്തത്. അതായത് വീണയ്ക്ക് വിദേശത്ത് ദുബായിലൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അവിടെ പല ഇതുമായിട്ടും ഈ വീണയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഈ ട്രാൻസാക്ഷൻ നടന്നു. അതായത് കോടിക്കണക്കിന് രൂപ വീണയുടെ അക്കൗണ്ടിൽ നിന്ന് വന്നു പോയി എന്നുള്ള റിപ്പോർട്ട് EDയുടെ പക്കലുണ്ട്. അപ്പോൾ വിദേശത്ത് കിടക്കുന്ന ഒരു ബാങ്ക് ആയത് കാരണം അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ EDയുടെ പക്കൽ ചിലപ്പോൾ വ്യക്തമായ തെളിവുകളും ഉണ്ടാകാം. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം, നമ്മുടെ രാജ്യങ്ങൾ ഡിപ്ലോമസി വെച്ച് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പല രേഖകളും കൊടുക്കാൻ തയ്യാറാണ് അറബ് രാജ്യങ്ങൾ. അത് നമ്മൾ തന്നെ ഇപ്പോൾ UAE ആയിട്ടൊക്കെ നമ്മൾ കരാർ സൈൻ ചെയ്തിട്ടുണ്ട്. അത് കുറ്റവാളികളെ കൈമാറാൻ വേണ്ടിയിട്ട്. അവരെന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഒരു UAE പൗരൻ ഇന്ത്യയിൽ വന്ന് കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൈമാറാനുള്ള ഒരു കരാറുണ്ട്. അത് നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യക്കാരൻ UAE പോയിട്ട് എന്നാൽ കുറ്റകൃത്യം കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് UAE പോലീസ് പിടിച്ചിട്ട് UAE ഗവൺമെൻറ് പിടിച്ചിട്ട് ഇന്ത്യക്ക് തരും. അപ്പോൾ അത്തരത്തിലുള്ള കരാർ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ഡാറ്റകൾ, ഇൻഫർമേഷൻ ഇരു രാജ്യങ്ങളും കൈമാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ EDയുടെ പക്കൽ ഈ വീണ വിജയൻ അറബ് രാജ്യങ്ങളിൽ ചെയ്യുന്ന പല ട്രാൻസാക്ഷൻ ലീഗലാണോ ഇല്ലീഗലാണോ എന്നറിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഈ EDയുടെ പക്കലുണ്ട്. അപ്പോൾ ആ ഡാറ്റ വെച്ചിട്ടായിരിക്കാം ഈ വീണയെ ചോദ്യം ചെയ്തത്. അപ്പോൾ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോഴും ഈ വീണ പലപ്പോഴും എനിക്കറിയില്ല, അതായത് ഉത്തരം നൽകിയത് എനിക്കറിയില്ല, അത് പരിശോധിച്ചിട്ട് പറയാം, അതായത് എൻ്റെ കയ്യിൽ വ്യക്തമായ രേഖകളില്ല, അതായത് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തതെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീണ വിജയന് ഇന്ത്യയിൽ വിദേശത്തെ പല ബാങ്കുകളിലും ലോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ എത്രത്തോളം ആസ്തിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിണറായി വിജയൻ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ആരൊക്കെയായിട്ട് ബിസിനസ് ഡീലുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ വ്യക്തമായ വിവരങ്ങൾ ഈ വിദേശ ബാങ്കുകളുടെ ലോക്കറിലാണ് ഉള്ളത്. അപ്പോൾ ഈ ലോക്കർ തുറന്നു കഴിഞ്ഞാൽ പുറത്തു വരാൻ പോകുന്നത് ഇന്ത്യ തന്നെ ഞെട്ടാൻ പോകുന്ന ഒരു വാർത്തയാണ് എന്നാണ് ഈ രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തിനായിരിക്കാം ഈ പിണറായി വിജയൻ പുതിയ സർക്കാർ വന്ന ഉടനെ തന്നെ, അതായത് ഇവിടെ VD സതീശൻ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഏകദേശം 1 മാസമായില്ല, അതിനു മുന്നേ തന്നെ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ ED ചോദ്യം ചെയ്യുന്നു. അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് കേരള സർക്കാരാണ്, UDF സർക്കാരാണ് എന്നാണ് ഈ ഇടത് സൈബർ ഹാൻഡിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു CPM കോൺഗ്രസ് BJP ഡീലാണ്, പിണറായി വിജയനെ തറക്കാൻ വേണ്ടിയിട്ടാണ്, CPMനെ തറക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. അങ്ങനെ ഞാൻ പറയട്ടെ, BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, BJP അതിശക്തമായ പാർട്ടിയാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും വേണമെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാം, അത്തരത്തിലുള്ള കപ്പാസിറ്റിയുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ തങ്ങൾക്ക് ഒരു തരി പോലും ഭീഷണിയാവാത്ത CPMനെ, പിണറായി വിജയനെ, അതായത് പിണറായി വിജയൻ്റെ വയസ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 85 വയസ്സായി. അപ്പോൾ ഈ 85 വയസ്സിലെ മനുഷ്യനെ ദ്രോഹിക്കാൻ നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാർ ഒരിക്കലും തയ്യാറാകില്ല. ഇൻ കേസ് എന്തെങ്കിലും വിട്ടുകളാന്നുള്ള സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ ഒരു കാരണവശാലും അത് അവരെ പ്രായം നോക്കില്ല, അവരുടെ പൊസിഷൻ നോക്കില്ല, ഒരു ഫേവറസും ഉണ്ടാവില്ല, പൊക്കിയിരിക്കുന്നു പറഞ്ഞാൽ പൊക്കിയിരിക്കും. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ട്രാൻസാക്ഷൻ തന്നെ നടന്നിരിക്കുന്നതിനുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ വീണ വിജയൻ്റെ വിദേശ ബാങ്കുകളിലുള്ള ലോക്കറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഏകദേശം 25,000 കോടി രൂപയുടെ ആസ്തിയുടെ സോഴ്സല്ല, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ ഉള്ളത് എന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് 10 വർഷമാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് വർഷങ്ങളായിട്ട് ഇരുന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പാർട്ടിയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയനായിരുന്നു. അപ്പോൾ പിണറായി ഭരിക്കുന്ന 10 വർഷം പല സർക്കാർ പ്രൊജക്റ്റുകളിലും സർക്കാർ കൊണ്ടുവരുന്ന പല കാര്യങ്ങളിലൊക്കെ 20% പിണറായി വിജയനാണെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ 25,000 കോടി പോരാ പുള്ളിയുടെ ആസ്തി. അത് ഈ കഴിഞ്ഞ 10 വർഷം കേരള സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന 20% കമ്മീഷൻ കൈപ്പറ്റുന്ന എന്ന് ആരോപിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് 25,000 കോടി എന്ന് പറയുന്നത് ഒന്നുമല്ല. അത്തരത്തിലൊരു
ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 കോടിയോ 500 കോടിയോ 1000 കോടിയൊന്നും ഒരു വിഷയമല്ലാത്ത കാര്യമാണ് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാം ഇങ്ങനെ പ്രൊജക്റ്റുകൾ വരുമ്പോൾ അറിയില്ല. കേന്ദ്ര സർക്കാർ പല മേഖലകളിലും കേരളത്തിന് ഫണ്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും വാർത്തകൾ കേൾക്കാത്ത മേഖലയിൽ പോലും നല്ല രീതിയിൽ ഫണ്ട് വരുന്നുണ്ട്. ഇതൊന്നും വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തില്ല. അത് വകമാറ്റി ചിലവഴിക്കലാണ് ഇവർ പരിപാടി. വകമാറ്റി ചിലവഴിക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 കോടി അല്ലെങ്കിൽ ഒരു 100 കോടി വകമാറ്റി ചിലവഴിക്കുമ്പോൾ അത് കണ്ണുപൊടിയിടാൻ വേണ്ടി ഒരു 10 കോടി എടുക്കും. ബാക്കി 90 കോടി ഇവരുടെ പോക്കറ്റിലേക്കായിട്ട് പോകുന്നത്. അപ്പോൾ 90 കോടിയിൽ 20% പോകുന്നത് ഈ പിണറായി വിജയൻ്റെ നേരിട്ടാണെന്നില്ല വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനൊരു എന്താ പറയേണ്ടത്, ഇപ്പോൾ ഈ വി ഡി സതീശൻ സർക്കാരിന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു നമുക്ക് കാത്തിരിക്കാം. ഇനിയും സമയമുണ്ടല്ലോ, തുടങ്ങിയില്ലല്ലോ, ഹണിമൂൺ പീരീഡ് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പല സുപ്രധാനപ്പെട്ട രേഖകളും ഇദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയാണെന്ന് ആർക്കും അറിയില്ല. നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ ഇലക്ഷന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ വി ഡി സതീശൻ്റെ വീടായാലും പിന്നെ ചെന്നിത്തല വീടായാലും നല്ല കൊട്ടാര സമാനമായ വീട് തന്നെയാണ്. പക്ഷെ അതൊക്കെ മാധ്യമങ്ങളിൽ വന്നു, ശ്രദ്ധിച്ചില്ലേ, എല്ലാവരും കണ്ടു. അതിൽ ആർക്കും എന്താ പറയുക, ആ കുറേ കമൻറ്റുകൾ അടിച്ചിരുന്നു, ഇവരൊന്നും ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാരാണ്, എങ്ങനെ ഇവർ സമ്പാദിച്ചു എന്നുള്ള ഒരു ടോക്ക് വന്നിരുന്നു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ പിണറായി വിജയൻ്റെ വീട് ഗേറ്റിൽ മതിലല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ, കാണില്ല. അതൊരു കാലത്തും കാണില്ല. അതാണ് എന്താ പറയണ്ടത്, ഇവിടുത്തെ ഈ മാധ്യമങ്ങളെ മാപ്പറുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പഴയ SFIക്കാരാണ്, ഇപ്പോഴും പിണറായി വിജയൻ്റെ അടിമയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളൊന്നും പുറത്തു വരില്ല. അപ്പോൾ ഇതുമായി എല്ലാം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എത്ര ആസ്തി ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. ഈ ക്രൈം നന്ദകുമാറില്ലേ, ഇപ്പം അദ്ദേഹത്തെ കാണാറ് പോലില്ല. അദ്ദേഹം പലതവണ ആവർത്തിച്ച കാര്യമാണ്, തെളിവുകളുണ്ട്. ഈ പിണറായി വിജയന് 25,000 കോടിയുടെ ആസ്തിയുണ്ട്. അത് പല സ്വിസ് ബാങ്കിലായിട്ടും US-ലും UK-ലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിലെ വ്യക്തമായി തെളിവ് അദ്ദേഹം പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത്രയും പ്രിസൈസായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടാകണം. അപ്പോൾ എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള, അതായത് ഇനി ഒന്നും നോക്കില്ല. അതായത് വീണ വിജയനായാലും പിണറായി വിജയനായാലും വിവേക് വിജയനായാലും കമലാ വിജയനായാലും ആർക്കും തന്നെ ഒരു ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുന്ന ഒരു കാര്യത്തിനും അതായത് സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും കേന്ദ്ര സർക്കാരോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ഒരു തവണ ഒരു ഫേവറിസം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഇവിടെ വലിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള ഒരു ED റെയ്ഡ് നടക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിച്ച എന്താണ്, അതായത് ഇവിടുത്തെ CPM നേതാക്കന്മാരൊക്കെ അനാവശ്യമായിട്ട് വി ഡി സതീശന് ഹൈപ്പ് കൊടുത്തു. അതായത് വി ഡി സതീശൻ അപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രി കാണാൻ പോയി. അതായത് സ്വാഭാവികമായിട്ട് ആദ്യം എന്താ ചെയ്യുക, ഏതൊരു മുഖ്യമന്ത്രിയും സ്ഥാനാരോഹണം ചെയ്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കാണാൻ പോകുന്നത് വലിയൊരു മിഷനുമായിട്ട് പ്രധാനമന്ത്രി കാണാൻ പോകും. നമുക്ക് ഇത്ര ഫണ്ട് വേണമെന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് വരുമ്പോൾ അത്രയും അലോക്കേറ്റ് ചെയ്യും. ഇപ്പം വി ഡി സതീശൻ തന്നെ പോയി കണ്ട് പുള്ളി പറഞ്ഞതിൻ്റെ എത്രയോ ഇരട്ടി 10 ഇരട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് പോലും ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് പോലും 1700 കോടി അലോക്കേറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തു. പുള്ളി എന്നല്ല, ഏതൊരു മുഖ്യമന്ത്രി ആദ്യം പോകുമ്പോൾ ആദ്യം പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും. അപ്പോൾ ഇവർ തമ്മിൽ ഡീലാണ്. അതിനുശേഷമാണ് ഈ വി ഡി സതീശൻ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷമാണ് ഈ പിണറായി വിജയൻ്റെ വീടൊക്കെ റെയ്ഡ് ചെയ്തത്. വീട് റെയ്ഡ് ചെയ്തതും ഇവിടെയൊക്കെ വാടക വീട് റെയ്ഡ് ചെയ്തതും പിന്നീട് തുടർന്ന് വീണ വിജയനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇവരെ പാർട്ടിക്കാർ പറഞ്ഞു പരത്തിയത് ഈ CPM-ഉം BJP-യും കോൺഗ്രസും തമ്മിൽ ഡീലാണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ CPM-നെ തകർക്കേണ്ട ഒരു ആവശ്യം BJP-ക്ക് ഇല്ല. രാഷ്ട്രീയമായിട്ട് തകർക്കേണ്ട ആവശ്യമില്ല. അവർ സ്വയം തകർന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ഇനി ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല, കേരളത്തിലടക്കം പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ED-യിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ്റെ സാമ്പത്തിക സ്രോതസ്സും പിണറായി വിജയൻ ഈ കാലമത്രയും കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് എത്ര കോടികൾ സമ്പാദിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ അടുത്ത് തന്നെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.